സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെടില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും നഷ്ടപ്പെടും. സ്വഭാവം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടും എന്ന ബില്ലി ഗ്രഹാമിന്റെ വാക്കുകളിലൂടെ മൂല്യാധിഷ്ഠിതമായ ഒരു സ്വഭാവവും വ്യക്തിത്വവുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളെന്ന് വ്യക്തമാണ്. മാന്യസദസ്സിന് വന്ദനം. എൻ്റെ പേര് ഗായത്രി വിലാസിനി. കുട്ടികളുടെ സാമൂഹിക വളർച്ചയിൽ മൂല്യങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവർ, പരസ്പരം ആശ്രയിക്കുന്നവർ. അതിനാൽ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് ചില മൂല്യങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് മൂല്യങ്ങൾ? എന്തിനാണ് മൂല്യങ്ങൾ? കുട്ടികളുടെ വളർച്ചയിൽ മൂല്യങ്ങളുടെ പ്രാധാന്യം എന്ത്? ആധുനിക ലോകത്തിൽ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണിവ. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് മൂല്യങ്ങൾ. ശരിയും തെറ്റും അല്ലെങ്കിൽ നല്ലതും ചീത്തയും തമ്മിൽ തിരഞ്ഞെടുക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന മാനദണ്ഡങ്ങളാണ് മൂല്യങ്ങൾ. സ്നേഹം, അനുകമ്പ, വിനയം, ദയ, ബഹുമാനം, സത്യസന്ധത, അച്ചടക്കം, ഉത്തരവാദിത്വം, സഹകരണം എന്നിങ്ങനെ നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന അനേകം മൂല്യങ്ങളുണ്ട്. കുടുംബമാണ് ഓരോ കുട്ടിയുടെയും ആദ്യ വിദ്യാലയം. ആ വിദ്യാലയം തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അനേകം നല്ല മൂല്യങ്ങൾ പകർന്നു തരുന്നതും. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. നമ്മുടെ ഭാവി തലമുറയെ നയിക്കേണ്ടതും അവരാണ്. ആ കുട്ടികളുടെ സാമൂഹിക വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അവർ കുട്ടിക്കാലം മുതൽക്ക് തന്നെ പഠിച്ച നല്ല മൂല്യങ്ങളാണ്. ചെറുപ്പകാലങ്ങളിലെ ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം എന്നാണല്ലോ പഴഞ്ചൊല്ല്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയെയും അവരുടെ കുട്ടിക്കാലത്ത് തന്നെ മൂല്യബോധമുള്ളവരാക്കി വളർത്തേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും കടമയാണ്. എന്നാൽ കുടുംബ ബന്ധങ്ങൾക്കും മാനുഷിക ബന്ധങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ചതിയും വഞ്ചനകളും കൊലപാതകങ്ങളും മോഷണങ്ങളുമെല്ലാം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. അച്ചടക്കവും സത്യസന്ധതയും സഹകരണവുമെല്ലാം വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ മൂല്യങ്ങളുടെ പ്രസക്തി ചിന്തിക്കേണ്ടത് തന്നെ. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകേണ്ടത് ഇന്നിൻ്റെ അനിവാര്യതയാണ്. എങ്ങനെ ഈ മാറ്റം സാധ്യമാക്കാം? വളർന്നു വരുന്ന കുട്ടികളായ നാം ഓരോരുത്തർക്കും മൂല്യാധിഷ്ഠിതമായ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.